ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ഗൺ പൗഡർ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ഗൺ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് ചനാദാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ വടക്കൊക്കെ എടുക്കത്തില്ല, ആ സെയിം ദാൽ തന്നെ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു 1 മിനിറ്റ് ചൂടാക്കിയ ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. അപ്പോൾ ചനാദാൽ ഉഴുന്നും കൂടെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്ന ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ വെളുത്ത എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 4 മുളക് ഇട്ടിട്ടൊന്ന് ചൂടാക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. മുളക് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതൊരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലിപ്പൊടി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാണാം. ഇവിടെ ദോശ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലിട്ട് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇനി ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. താങ്ക് യു.